മൈക്കൊക്കെ കണക്ട് ചെയ്ത് വീഡിയോ ചെയ്യണം എന്നാണ് വിചാരിച്ചത്. മൈക്കിന്റെ സാധന സാമഗ്രികൾ കാണാനില്ല, അതുകൊണ്ട് നമുക്ക് ഹെഡ്സെറ്റിൽ സംസാരിക്കാം. കുറേ നാളായിട്ട് മെഡിക്കൽ കോഡിങ്ങിന്റെ സാധ്യതകൾ UAE-ൽ എങ്ങനെയുണ്ട്, എങ്ങനെയാണ് പഠിച്ചത്, എവിടെന്നാ പഠിച്ചത്, എന്തുകൊണ്ട് ആയുർവേദ ഡോക്ടറായിട്ട് മെഡിക്കൽ കോഡിങ് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നൊന്നും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് ഇവിടെ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മെഡിക്കൽ കോഡിങ്ങിൽ. ഞാൻ ഒരു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ ഇൻഡെക്സിംഗ് ഓഫീസറായിട്ട് തൽക്കാലത്തേക്ക് കുറച്ച് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇപ്പോൾ എന്താണെങ്കിലും എനിക്ക് ഡെന്റൽ കോഡിങ്ങിൽ ജോലി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരാഴ്ചയായി ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി കാര്യങ്ങൾ പറയാമെന്ന്. അപ്പൊ അതൊക്കെ പറയുന്നതിന്റെ മുന്നേ ഞാൻ ആദ്യം വിസേന്റെ കാര്യം പറയാം. അതായത് നിങ്ങളിപ്പം ഒരു ഹെൽത്ത് കെയറിൽ ജോലിക്ക് വരികയാണെന്ന് വിചാരിക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, മെഡിക്കൽ കോഡിംഗ് ആണെങ്കിലും ഡോക്ടറായിട്ടാണെങ്കിലും നഴ്സായിട്ടാണെങ്കിലും ഫാർമസിസ്റ്റ് ആയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഹെൽത്ത് കെയറിൽ ജോലിക്ക് വരുമ്പം കഴിയുന്ന നിങ്ങൾ വിസിറ്റിംഗ് വിസ എടുക്കാതെ ഫാമിലി വിസയോ, ഇനിയിപ്പോൾ ഫാമിലി ഇവിടെ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫ്രീലാൻസ് വിസയോ എടുത്തിട്ട് വരാൻ ശ്രമിക്കുക. കാരണം ഈ വിസിറ്റിംഗ് വിസയിലുള്ള 2 മാസം എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് കഴിഞ്ഞു പോകും. ഈ ഫ്രീലാൻസ് വിസയ്ക്കും ഹസ്ബൻഡ് വിസയ്ക്കൊക്കെ, ഹസ്ബൻഡ് വിസേന്റെ കാര്യം എനിക്കറിയില്ല കേട്ടോ, ഞാൻ എന്തായാലും ആ വിസയല്ല, ഞാനൊരു എംപ്ലോയ്മെന്റ് വിസ പോലെ അങ്ങനെ എടുത്തതാണ്. സ്വന്തമായിട്ട് എന്തായാലും വിസയാണ്. അതിന് ഏകദേശം 2 ലക്ഷം രൂപ അടുത്ത് നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. പക്ഷെ നഷ്ടമൊന്നുമില്ല, കാരണം നമുക്ക് വൺസ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിപ്പം ജോലി കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ വരുമ്പം അവിടെ ഒരു 2 ലക്ഷം മുടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ നഷ്ടമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്താണെങ്കിലും അപ്പൊ അങ്ങനെ വിസ എടുത്തിട്ട് വരിക. എന്റെ കേസിൽ എനിക്ക് അലൈനിൽ മാത്രമായിരുന്നു ഞാൻ ജോലി നോക്കിക്കൊണ്ടിരുന്നത്. അലൈനിൽ മാത്രം മെഡിക്കൽ കോഡിങ്ങിൽ മാത്രമാണ് ഞാൻ ജോലി നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു 15 എബോവ് ഇന്റർവ്യൂസ് എനിക്ക് റിജക്ട് ചെയ്യേണ്ടി വന്നു. ഫ്രം ഡിഫറെന്റ് എമിറേറ്റ്സ് എനിക്ക് അങ്ങനെ റിജക്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഏപ്രിൽ വന്ന ആ ഒരു സമയത്ത്, ജനുവരിയിലാണ് ഇവിടെ എത്തിയത്, ഒരു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആ ഒരു സമയമായപ്പോഴത്തേക്ക് ഞാൻ CV ഒക്കെ വന്ന സമയത്ത് ഞാൻ CV ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഞാൻ പോയി കൊടുക്കുമായിരുന്നു, പിന്നെ ഓൺലൈനിൽ അങ്ങനെ അപ്ലൈ ചെയ്യുമായിരുന്നു, മെയിലൊക്കെ അപ്ലൈ ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ ആ ഒരു സമയത്ത് കൊടുത്തിട്ടുള്ള ഒരു CV ആണ് റീഡ് ചെയ്തിട്ട്, അതായത് അവിടെ എത്തിയിട്ട് അവര് ഇന്റർവ്യൂ ഇൻവിറ്റേഷന് ഈ ഡിസംബറിൽ എന്നെ വിളിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര കാലാവധി, എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഒരു ഇന്റർവ്യൂ എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുള്ളതെന്ന്. അത് അലൈൻ മാത്രം നോക്കുന്നുണ്ടാട്ടോ. അപ്പോ അതാണ് ആ ഒരു വിസേന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് എനിക്ക് വീഡിയോയിൽ എത്രത്തോളം ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പാർട്ട് 2 ആയിട്ട് ചെയ്യാം.